കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി. പിന്നെ അത്യാഗ്രഹം വന്നു, ഫുള്ള് വൈപ്പ് ഔട്ട് ആയി. 3 വർഷം കൊണ്ട് കോടീശ്വരനാകാൻ വേണ്ടി സ്വപ്നം കൊണ്ടിരിക്കുവാണ് ഈ രീതിയിലാണ് പോണെങ്കിൽ. ഫുള്ള് വൈപ്പ് ഔട്ട് ആയപ്പോ എന്ത് തോന്നി? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സെബി രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ്. ആ ഒരു അച്ചീവ്മെന്റ് എങ്ങനെ നോക്കിക്കണ്ടു? എനിക്കിപ്പോ അച്ചീവ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ആ ലൈസൻസ് കൊണ്ടാണ്. കാരണം ഇറ്റ് ഗേവ് മി എ ക്രെഡിബിലിറ്റി. ഏകദേശം ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴേക്കും 1 ലക്ഷം രൂപ ഇതൊക്കെ എടുത്ത് മന്ത്ലി ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുമ്പ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്. അത് ഈ ഡാറ്റാബേസും കാര്യങ്ങളും വിറ്റ സമയത്ത്. അതെ, എത്ര പൈസ ഉണ്ടാക്കി? ഡാറ്റാബേസും വെബ്സൈറ്റും കൊണ്ട് മാത്രം ഞാൻ ഒരു നിയർലി ഒരു 40-50 lakhs ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, റവന്യൂ ഉണ്ടാക്കി. ബാക്കി എല്ലാവരും 1.5 ലക്ഷത്തിന് വിറ്റുകൊണ്ടിരുന്ന സാധനം ഞാൻ ഒരു 10,000 തൊട്ട് 20,000 രൂപ വരെ ഞാൻ വിറ്റു. അപ്പൊ ഞാൻ എവിടെയാണോ പോയി ചോദ്യം ചോദിച്ചത്, വേർ ഡു വി ഗെറ്റ് ദിസ് ഡാറ്റാബേസ്, അവിടെ വേറെ ആൾക്കാർ ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ പിന്നെ തിരിച്ച് റെസ്പോൺസ് ഇട്ട് തുടങ്ങി, യു ക്യാൻ മെയിൽ മീ, ഐ ഗിവ് യു എന്ന് പറഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, അന്ന് ആ ഒരു ടൈമിൽ ആ കോറേന്ന് മാത്രം എനിക്ക് നിയർലി 200 സെയിൽ ഇടുന്നിട്ടുണ്ട്. ലാർജ് സ്കെയിലോട്ട് നമ്മുടെ ഓപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം സിസ്റ്റമൈസ്ഡ് ആക്കണം. ആ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് പല കമ്പനിക്കും ഗ്രോ ചെയ്യാനും സ്കെയിൽ ചെയ്യാനും പറ്റാണ്ട് വരുന്നത്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് എന്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലിരിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 18ാമത്തെ വയസ്സിൽ തന്റെ ആദ്യ സംരംഭം, 24ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെബി രജിസ്ട്രേഷൻ കിട്ടിയ വ്യക്തി, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ. ഹരി, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. താങ്ക്സ്. ഹരിയെ ഇന്ന് എല്ലാവരും വിളിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗുരു എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ലേബൽ കിട്ടുക എന്ന് പറയുന്നത്. ഹരി, എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്? എങ്ങനെയാണ്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 18 വയസ്സിലാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് VIT വെല്ലൂരാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോളേജ് ടൈമിങ്ങും ക്ലാസ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഈവനിങ് ക്ലാസ്സിൽ പോകാനാണ്. രാവിലെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് കുറെ സമയമുണ്ട്. എന്താ പഠിച്ചത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ രാവിലെ ഉള്ള ടൈം ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും സ്വയം ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞൊരു റെഗുലർ ആയിട്ടുള്ളൊരു ജോബ് എനിക്ക് അത്രയ്ക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള 2 മെയിനായിട്ടുള്ള ഓപ്ഷൻസ്, ഒന്ന് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ്സും, പിന്നെ ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഈ ആപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇഷ്ടമുള്ള മേഖലയായിരുന്നോ? ടെക്നോളജി റിലേറ്റഡ് എന്ത് സാധനവും നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം. ഇപ്പോഴാണെങ്കിലും ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും ഞാൻ കൂടുതലും അട്രാക്റ്റഡ് ആവുന്നത് എപ്പോഴും ഈ ടെക് സൈഡും ഫിനാൻസ് സൈഡും ആയിരുന്നു. അതെനിക്ക് മനസ്സിലായി, എൻ്റെ പാഷൻ കൂടുതലും ഈ ഒരു ഡൊമൈനിലോട്ടാണെന്ന്. അപ്പൊ അതാണ് പിന്നെ ആ ഒരു രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തത്. 18ാമത്തെ വയസ്സിൽ ആദ്യത്തെ സംരംഭം തുടങ്ങി. അതെ. എന്തായിരുന്നു തുടങ്ങിയത്? ആദ്യം ഞാൻ തുടങ്ങിയത് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്താന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഹോസ്പിറ്റലും, ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ കേരളത്തിലൊരു ഹോസ്പിറ്റലിൽ പോവാം, തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ പോവാം. അപ്പൊ എന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ട് എന്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം എനിക്ക് ഓൺലൈൻ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അതാണ് EHR. ഇത് 10 വർഷം മുന്നെയാണ് പ്ലാൻ ആക്കുന്നത്. എന്നിട്ട് സക്സസ് ആയോ? അത് സക്സസ് ആയില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഷെയർ ചെയ്യാൻ റെഡിയല്ല. പിന്നെ എന്നെ കൊണ്ട് ആ ഒരു ഏജിലും ആ ഒരു റിസോഴ്സസിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് അല്ലായിരുന്നു. അത് വളരെ വേസ്റ്റ് ആണ്. വലിയൊരു ചെയിൻ ഓഫ് നെറ്റ്വർക്ക് വേണം, എന്നാൽ മാത്രം അത് ചെയ്യുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേണം, ടൈം വേണം, ടെക്നോളജി വേണം. അപ്പൊ ആ ഒരു ടൈമിൽ അത് ഭയങ്കര പ്രിമിറ്റീവ് ആയിരുന്നു. അത് ഫ്ലോപ്പായെന്ന് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചു. അതുകൊണ്ട് അതൊരു ഫെയിലിയർ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അന്ന് പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ഞാൻ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഡീമോണിറ്റൈസേഷൻ വന്നത്, ഡിജിറ്റൽ ഇന്ത്യ ട്രാൻസ്ഫോർമേഷൻ വന്നത്. അപ്പോൾ എല്ലാ സ്കൂളിനും എല്ലാ കോളേജിനും എല്ലാവർക്കും വെബ്സൈറ്റ് വേണം. പിന്നെ അതുകൂടാണ്ട് തന്നെ എല്ലാ ഫാർമസികൾ അവരുടെ എക്സിസ്റ്റിംഗ് ഈ പറഞ്ഞ ബില്ലിങ്ങും കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ആക്കാൻ നോക്കുക. അപ്പോൾ അതെനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. ഞാൻ സ്കൂൾസിനും വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു.
പാരലൽ ഇതുപോലുള്ള ഫാർമസിക്കൊക്കെ വേണ്ടി അവരുടെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഡിജിറ്റലാക്കി കൊടുത്തു. ഇപ്പൊ ഇത് നമ്മളൊരു ഐഡിയ പ്ലാൻ ആക്കിയിട്ട് വെല്ലൂർ ഇരുന്ന് ഹോസ്റ്റലിൽ ഇരുന്ന് ചെയ്യുവാണ്. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു? ഇതിന് ആളെ കിട്ടണമല്ലോ. അതെ, അതിന് എനിക്ക് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് കോറ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഓൺലൈൻ ഫാർമസി മറ്റേ മെഡിക്കൽ ഇത് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്യായിരുന്നു, വേർ ഡു വി ഗെറ്റ് ദ ഡാറ്റാബേസ് ഓഫ് ഓൾ മെഡിസിൻസ് ഇൻ ഇന്ത്യ. അപ്പൊ അങ്ങനെ ഞാനും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ കുറെ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ ഞാൻ എന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അന്ന് എല്ലാവരും ഈ ഡാറ്റാബേസ് വിറ്റോണ്ടിരുന്ന നിയർലി 1.5 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ ഒബിയസ്ലി എനിക്ക് അത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് പേ ചെയ്യാൻ താല്പര്യമില്ല, അന്ന് എനിക്ക് അത്രയും പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പലയിടത്തുനിന്നുമായിട്ട് ഈ ഡാറ്റ സ്ക്രേപ്പ് ചെയ്ത് തുടങ്ങി. അപ്പൊ അങ്ങനെ ബാക്കി എല്ലാവരും 1.5 ലക്ഷത്തിന് വിറ്റുകൊണ്ടിരുന്ന സാധനം ഞാൻ ഒരു 10,000 തൊട്ട് 20,000 രൂപ വരെ ഞാൻ വിറ്റു. അപ്പൊ ഞാൻ എവിടെയാണോ പോയി ചോദ്യം ചോദിച്ചത്, വേർ ഡു വി ഗെറ്റ് ദിസ് ഡാറ്റാബേസ്, അവിടെ വേറെ ആൾക്കാരെ ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ പിന്നെ തിരിച്ച് റെസ്പോൺസ് ഇട്ട് തുടങ്ങി, യു ക്യാൻ മെയിൽ മീ, ഐ വിൽ ഗിവ് യു എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടി. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, അന്ന് ആ ഒരു ടൈമിൽ ആ കോറേന്ന് മാത്രം എനിക്ക് നിയർലി 200 സെയിൽ നടന്നിട്ടുണ്ട്. അടിപൊളി. നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ട് റിപ്ലൈ തരുന്ന പ്ലാറ്റ്ഫോം. അതെ, അപ്പൊ നിയർലി 200 സെയിൽ എനിക്ക് കോറേന്ന് തന്നെ നടന്നിട്ടുണ്ട്. അടിപൊളി. ഇത് നടക്കുന്നത് 19ാമത്തെ വയസ്സില്. 19ാമത്തെ വയസ്സില്. അപ്പൊ നമ്മള് ഫേസ് ഒന്നും ആരെയും കാണിക്കണ്ട. പക്ഷെ എനിക്ക് ഒരു LLmed ഓൺലൈൻ ഫാർമസി എന്ന് പറഞ്ഞ എന്റെ ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേപോലെ ഒരു സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലോൺ ചെയ്ത് തരാം, നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ആൾക്കാർക്കും കോൺഫിഡൻസ്, കാരണം ചെയ്യാത്തൊരു സാധനമല്ല പറയുന്നത്, ഞാൻ ഓൾറെഡി ചെയ്തു, ഞാൻ റണ്ണിങ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് തരാന്ന് പറയുന്നത്. അങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനൊപ്പം തന്നെ ഇതും സൈഡിലൂടെ കൊണ്ടുപോകുന്നുണ്ട്, വെബ്സൈറ്റ്. അപ്പം ഈ സ്കൂളുകൾക്കൊക്കെ എത്ര രൂപയ്ക്ക് വെബ്സൈറ്റ് ചെയ്ത് കൊടുത്തു? സ്കൂളുകൾക്കൊക്കെ ഞാൻ വിട്ടുകൊണ്ടിരുന്നത് 5,000 രൂപയ്ക്ക്. 5,000 രൂപ. അന്ന് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആൾക്കാർ എനിക്കൊന്ന് ആ സമയത്ത് നാട്ടിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഒരു 20,000 രൂപ 30,000 രൂപ. അപ്പൊ ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് വെറും 5,000 രൂപയ്ക്ക്. അതിനുള്ള എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എക്സ്പെൻസ് 0 ആയ, നമ്മുടെ ടൈം മാത്രമേ അതിനകത്ത് ഒരു ഇത് വരുന്നുള്ളൂ, ബാക്കി വേറെ ചെലവൊന്നും പ്രത്യേകിച്ച് ഇല്ല. ഓക്കെ. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് വരുന്നത്? ഞാൻ 18 വയസ്സ് മുതലേ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രേഡിങ്ങിനകത്തോട്ട് വരാനുള്ള റീസൺ ഞാൻ വിചാരിച്ചു ഇവിടെ എളുപ്പം നമുക്ക് പൈസ ഉണ്ടാക്കാം. പിന്നെ ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. എനിക്ക് കുറച്ച് ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് കുറച്ച് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു സംഭവം. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടി അട്രാക്റ്റഡ് ആവുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് വിചാരിക്കുന്ന പോലെ അല്ല, പിന്നെ വിട്ട പൈസയൊക്കെ പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഒട്ടും എളുപ്പമുള്ളൊരു ഡൊമൈൻ അല്ല, പാടാണ്. അപ്പോൾ പാരലി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ക്യാഷ് ഫ്ലോയും കാര്യങ്ങളൊക്കെ വേറെ ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്നുണ്ട്. എപ്പോഴും ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈവനിങ് ക്ലാസ്സസ് പോകുമെന്ന് പറഞ്ഞല്ലേ, അതിപ്പോ രാവിലെ ട്രേഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വൈകിട്ട് ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ചെയ്തു. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് കൂടുതലും പാഷൻ ഈ പറഞ്ഞ മാർക്കറ്റ്സിനകത്തോട്ടാണ്, ബാക്കി കാര്യങ്ങളെ കാട്ടും. പിന്നെ മാർക്കറ്റ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ മതി. നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷനും നമ്മുടെ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ കംപ്ലീറ്റ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്കൊരു യൂറോപ്യൻ കമ്പനിയിൽ ട്രേഡറായിട്ട് വർക്ക് ചെയ്യാനുള്ള എനിക്കൊരു ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. എത്രാമത്തെ വയസ്സിൽ? അത് 21ാമത്തെ വയസ്സിൽ. എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അതിനകത്തുള്ളൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ VIT സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് നമുക്ക് 3 വർഷം കൊണ്ട് തീർക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്തോണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റം. അപ്പൊ ഞാൻ 3 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് തീർത്തു. ഫൈനൽ ആയപ്പോൾ എനിക്ക് പ്രൊജക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേറെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ മാത്രം എനിക്ക് കോളേജിൽ പ്രൊജക്ട് ചെയ്യാൻ വന്നാൽ മതി. ബാക്കി എല്ലാ ദിവസവും ഞാൻ ബാംഗ്ലൂർ ഫ്യൂച്ചേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം, ട്രേഡറായിട്ട്. ക്രൂഡ് ഓയിൽ. അതെ. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞ ഒരു പ്രൊഫഷണൽ ട്രേഡിങ്ങിനകത്തോട്ടുള്ള ഒരു പിവറ്റ് ഉണ്ടാവുന്നത്. എത്രയുണ്ടായിരുന്നു സാലറി? അന്ന് സാലറി അല്ല, ആക്ച്വലി മെയിൻ ആയിട്ട് പ്രോഫിറ്റ് ഷെയർ ആണ്. അപ്പൊ എനിക്ക് ബേസ് പേ കിട്ടിക്കൊണ്ടിരുന്നത് നിയർലി 70,000 റുപ്പീസാ. ആദ്യം ഒരു ഇന്റേൺഷിപ്പ് 20,000 രൂപ, അത് കഴിഞ്ഞിട്ട് സാലറി 70,000. പിന്നെ എന്താണോ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത് അതിന്റെ 30% ടീമിന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടീം മൊത്തത്തിൽ നിയർലി ഒരു $4 മില്യൺ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 5 മെമ്പർ ടീമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സിന്റെ 30% ടീമിന് എടുക്കുക. പിന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ എഫേർട്സും കാര്യങ്ങളും അനുസരിച്ച് ടീം ലീഡറിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഒരു 1 ലക്ഷം രൂപ ഇതൊക്കെ എടുത്ത് മന്ത്ലി ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുമ്പ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്. അത് ഈ ഡാറ്റാബേസും കാര്യങ്ങളും വിറ്റ സമയത്ത്. അതെ. എത്ര പൈസ ഉണ്ടാക്കി? ഡാറ്റാബേസും വെബ്സൈറ്റും കൊണ്ട് മാത്രം ഞാനൊരു നിയർലി ഒരു 40-50 lakhs ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, റവന്യൂ ഉണ്ടാക്കി. അത് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം പ്രോഫിറ്റ് ആക്കണം, അത് വേറെ ചെലവ് വരുന്നില്ല. എംപ്ലോയീസ് ഇല്ല.
കാരണം അതിനകത്ത് വേറെ ചെലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എനിക്ക് ഡേവിസ് എന്ന് പറഞ്ഞൊരു പാർട്ട്ണറുണ്ട്. പുള്ളിക്ക് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത. പിന്നെ അവനും എന്തെങ്കിലും പേയ്മെന്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ യു സ്റ്റിൽ മേക്ക് അറൌണ്ട് 40-50 lakhs. ഇവിടെ നിന്ന് പിന്നെ വലിയൊരു ചേഞ്ചിലേക്ക് വരുവാണ്. എന്തായിരുന്നു ആ ചേഞ്ച്? വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ലോങ് ടേം ആലോചിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്കെയിലബിൾ ആണോ അല്ലയോ. കാരണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഒബിയസ്ലി എനിക്കത് പൈസ തന്നു, കുറച്ച് പൈസ തന്നു, എനിക്കൊരു കിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു പുഷ് തന്നു. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്ക് ഇവിടെ നിന്നൊരു 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ ഗ്രോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ? അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സാധനമൊക്കെ പറഞ്ഞ ഒരു ക്വിക്ക് ട്രെൻഡ് ആയിരുന്നു. അതൊരു 6 മാസത്തേക്ക് നമുക്ക് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അത് എല്ലാവരും ക്യാച്ചപ്പ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡായി മാറും. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഓക്കെ, ഐ വോണ്ട് ടു ക്രിയേറ്റ് എ മോഡ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് യുണീക്ക് ആയിട്ട് ചെയ്യാനും പറ്റണം, നമുക്ക് അതിനകത്ത് ഒരു മോണോപോളിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇനി ഒരു 1000 ഇരട്ടിയോ 10000 ഇരട്ടിയോ ഗ്രോ ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞതിൽ കൂടുതലും ഞാൻ ഈ ട്രേഡിങ്ങും വെൽത്ത് മാനേജ്മെന്റും അതിനകത്തൊരു യുണീക്ക് ആയിട്ടുള്ളൊരു നമ്മുടെ തന്നെ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രായമായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ട്രേഡിങ്ങും വെൽത്ത് മാനേജ്മെന്റും വരുമ്പോൾ നമ്മൾ ജനറലി എസ്പെഷ്യലി കേരളത്തിൽ നമ്മൾ നോക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവന് ഇപ്പോൾ ഒരു 50 വയസ്സ് പ്രായമുണ്ട് ഒരാൾക്ക്. അപ്പൊ അയാൾക്ക് ഒരുപക്ഷെ അയാൾ മാർക്കറ്റിൽ ഒരു പെർഫോമൻസും തന്നിട്ടില്ലെങ്കിലും നാച്ചുറലി ആൾക്കാർ എക്സ്പീരിയൻസും പ്രായത്തിന്റെ പേരിൽ ആൾക്കാർ പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്യും. അപ്പൊ നേരെ തിരിച്ച് എനിക്കിപ്പോൾ ഒരു 23-24 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 22 വയസ്സേ ഉള്ളൂ. അപ്പൊ എനിക്ക് പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ യങ് ആയതുകൊണ്ട് നമ്മളെ സമൂഹം അംഗീകരിക്കില്ല എന്ന് പറയാം. കറക്റ്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ പിന്നെ ആലോചിച്ചു, ഓക്കെ, എനിക്ക് ഒരു ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ആ ഒരു ടൈമാണ് ഞാൻ സെബി രജിസ്ട്രേഷനെ പറ്റി ആലോചിച്ചത്. അപ്പൊ നാട്ടിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് തന്നെ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ എല്ലാം കൂടെ 200-300 വാലിഡ് ലൈസൻസേ ഉള്ളൂ. അപ്പൊ ഞാൻ പിന്നെ സെബി രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ഇൻഡസ്ട്രി നോളജ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ട്രാക്ക് റെക്കോർഡും ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു. ആദ്യം വൺസ് അഗൈൻ അത് റിജക്റ്റ് ആയി. എനിക്കൊരു 25-ാമത്തെ വയസ്സ് എനിക്ക് സെബി ലൈസൻസ് എനിക്ക് കിട്ടി. അപ്പൊ അതായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സെബി രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ്. കറക്റ്റ്. ആ ഒരു അച്ചീവ്മെന്റ് എങ്ങനെ നോക്കിക്കണ്ടു? ഇപ്പൊ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഒരു പ്രൗഡ് അച്ചീവ്മെന്റ് ആണ്. എനിക്കിപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ആ ലൈസൻസ് കൊണ്ടാണ്. കാരണം ഇറ്റ് ഗേവ് മി എ ക്രെഡിബിലിറ്റി. ഇപ്പം നമുക്ക് പെർഫോമൻസ് ഉണ്ടെങ്കിലും ആ ഒരു ക്രെഡിബിലിറ്റിയും കൂടെ വരുമ്പോഴാണ്. ഇപ്പൊ പല ആൾക്കാരും വരുമ്പോൾ ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും വലിയ കാര്യമല്ല എന്നൊക്കെ ഇപ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഒബിയസ്ലി നമുക്കൊരു വാലിഡ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു വാലിഡ് എഡ്യൂക്കേഷൻ ഉള്ളത് എപ്പോഴും നമുക്കൊരു അപ്പർ ഹാൻഡ് ആണ്. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളൊരു ചിന്താഗതി നമ്മൾ ആ ഡിഗ്രീസിനെയും സർട്ടിഫിക്കറ്റ്സിനെയാണ് ഇപ്പോഴും നമ്മൾ പല ആൾക്കാരും കൂടുതലും വാല്യൂ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഹരിക്ക് ഈ പറയുന്ന തിയററ്റിക്കൽ നോളജും ഉണ്ട്, പ്രാക്ടിക്കൽ നോളജും ഉണ്ട്. 18-ാമത്തെ വയസ്സ് മുതൽ ഹരി അത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പിന്നീട് ഞാൻ ചെയ്യാൻ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സിസ്റ്റം ആക്കി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. കാരണം എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം, നമുക്ക് സ്കെയിൽ അല്ലെങ്കിൽ നമുക്കൊരു ലാർജ് സ്കെയിലോട്ട് നമ്മുടെ ഓപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം സിസ്റ്റമൈസ്ഡ് ആക്കണം. ആ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് പല കമ്പനിക്കും ഗ്രോ ചെയ്യാനും സ്കെയിൽ ചെയ്യാനും പറ്റാണ്ട് വരുന്നത്. അപ്പോൾ മാനുവലി ഇപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കൂടുതൽ ട്രേഡിങ്ങും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം മേജർലി മാനുവലായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ അവിടെയുള്ള ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമോഷണൽസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. പിന്നെ ഈ പറഞ്ഞത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലോട്ട് വന്നു. എനിക്ക് ആൾക്കാർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയിൽ എനിക്ക് എൻ്റെ ടീമിലുള്ള ബാക്കി എല്ലാവരും ചെയ്യാൻ എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും പല പല ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കുറെ ഇൻസ്പയർഡ് ആയത് ഈ പറഞ്ഞ KFCയുടെയും മക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ബിസിനസ് മോഡലായിരുന്നു. അവരിങ്ങനെയാണ് ഫ്രാഞ്ചൈസി എസ്റ്റാബ്ലിഷ് ചെയ്തതും അവർ എങ്ങനെയാണ് അവരുടെ ഫുഡിന്റെ ക്വാളിറ്റിയും ഈ പറഞ്ഞ റെസിപ്പീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലായിടത്തും പോയാലും ഒരേ ക്വാളിറ്റി, ഒരേ ടേസ്റ്റ്, എക്സാക്ട്ലി ഒന്നല്ലെങ്കിലും ഏകദേശം കിട്ടുന്നതെല്ലാം ഒന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ പിന്നെ എൻ്റെ കൂടുതൽ പഠിത്തവും അതിനെ പറ്റിയായിരുന്നു, സിസ്റ്റം ജനറേഷൻ. അപ്പോൾ സിസ്റ്റം ജനറേഷൻ നമ്മൾ ട്രേഡിങ്ങിൽ കൊണ്ടുവന്നു. അത് നമ്മൾ ആൽഗോറിതംസ് വഴിയാണ് കൊണ്ടുവന്നത്. നമ്മുടെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റഡ് ആക്കി. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ ലിവ്ലോങ്ങിൻ്റെ ഒരു ഡൽഹിയിലുള്ള ഒരു ഓഫീസിൽ പോയാലും
ബാംഗ്ലൂരിലുള്ള ഓഫീസിൽ പോലും, തമിഴ്നാട്ടിലുള്ള ഓഫീസിൽ പോലും, ദുബായിലുള്ള ഓഫീസിൽ പോയാലും ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒന്നായിരിക്കും, ഒരേ മാതിരി ആയിരിക്കും. ക്ലയൻസിനെ സംബന്ധിച്ച് ഒരു വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതായിരുന്നു പിന്നെ എൻ്റെ ഫോക്കസ്. അങ്ങനെ അത് സക്സസ് ആക്കാൻ എത്ര നാളെടുത്തു? 10 വർഷം. 10 വർഷം എടുത്തു. 18 വയസ്സിലാണ് തുടങ്ങിയത്. 18 വയസ്സിൽ തുടങ്ങി, ഇപ്പോ 28 വയസ്സായി. അപ്പൊ ഇപ്പോഴും ഞാൻ സക്സസ് ആയെന്ന് പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ഡൺ സംതിങ്. ഓക്കെ. എത്ര രൂപയാണ് ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്? ആദ്യം ഞാൻ കൊണ്ടുവന്നത് 16,000 രൂപ. ഓക്കെ. അത് പോയോ? ലാഭം കംപ്ലീറ്റ്ലി പോയി. കുറച്ച് പ്രോഫിറ്റ് കിട്ടി. അപ്പൊ നമുക്ക് അത്യാഗ്രഹം വരും. അപ്പൊ ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പൊ ഇനിഷ്യലി ഒരു ബിഗിനേഴ്സ് ലക്ക് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, 10,000 രൂപ ഇട്ടു, പിന്നെ അത് 16,000 ആക്കി മാറ്റി. ചെറിയ രീതിയിൽ പ്രോഫിറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ, ആദ്യം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്തോ 20% ഒരു ദിവസം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഓക്കെ ഇന്ന് 20%, അങ്ങനെ എല്ലാ ദിവസവും 20%. അപ്പൊ ഒരു വർഷം കൊണ്ട് ഈ പറഞ്ഞ എമൗണ്ട് ഒരു ഇത്രയും ലക്ഷമാവും, അത് കഴിഞ്ഞ് ഇത്രയും കോടിയാവും. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലോകത്തെ റിച്ചസ്റ്റ് മാൻ ഒക്കെ ആയി മാറാം. ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ കണക്ക് കൂട്ടുക. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിനകത്ത് ഞാൻ ഫസ്റ്റ് ജനറേഷനാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല നമുക്ക് ആർക്കും അറിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. ഇത് എന്തൊക്കെ റിയലിസ്റ്റിക്കാ, എന്തൊക്കെ അൺറിയലിസ്റ്റിക്കാ. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിരുന്നു. അപ്പൊ അച്ഛൻ ഒബിയസ്ലി മനസ്സിലായത് ആദ്യത്തെ ഒരു ഇതിൽ പറയുന്നതാണെന്നല്ലേ. അത് എനിക്ക് ആദ്യം അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പെർസീവ് ചെയ്തു, കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി. പിന്നെ അത്യാഗ്രഹം വന്നു, ഫുള്ള് വൈപ്പ് ഔട്ട് ആയി. 3 വർഷം കൊണ്ട് കോടീശ്വരനാകാൻ വേണ്ടി സ്വപ്നം കൊണ്ടിരിക്കുവാണ്. ഈ രീതിയിലാണ് പോണെങ്കിൽ ഫുള്ള് വൈപ്പ് ഔട്ട് ആയപ്പോ എന്ത് തോന്നി? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ 2-3 പ്രാവശ്യം എന്റെ തെറ്റല്ല, അത് മാർക്കറ്റിന്റെ തെറ്റാന്നായിരുന്നു ബ്ലെയിം ചെയ്തു. അത് ജനറലി ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കുള്ള മൈൻഡ് സെറ്റാണ്. ഇപ്പൊ ഞാനൊരു എക്സാം തോറ്റു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച വയറുവേദനയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് രാവിലെ തലവേദന ആയതുകൊണ്ടാണ്. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ബ്ലെയിം ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഞാനും അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ബ്ലെയിം ചെയ്യാം. അപ്പൊ എന്റെ പ്രശ്നമല്ല, മാർക്കറ്റിന്റെ തെറ്റായിരുന്നു ഇനിഷ്യലി. പിന്നെ എനിക്ക് മനസ്സിലായത് എന്റെ തെറ്റാണ്. തോൽവികൾ സ്ഥിരമായപ്പോ മനസ്സിലായി. അതെ, ഉറപ്പായിട്ടും. കാരണം ഞാൻ ചെയ്യുന്നതിനകത്ത് പ്രശ്നം എപ്പോഴും മാർക്കറ്റിന് തെറ്റാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും തെറ്റാറില്ല, മാർക്കറ്റ്സ് ഓൾവേസ് റൈറ്റ്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാം, അതിനകത്താണ് എന്റെ ഫോക്കസ്. പിന്നെ ഓവർ ടൈം എന്ത് ചെയ്യണമെന്ന് മനസ്സിലായെങ്കിലും എന്ത് ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനെ തീർച്ചയായിട്ടും എന്റെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല? നഷ്ടങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്, നഷ്ടം ലാഭം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വ്യത്യാസം ഇത്രേ ഉള്ളൂ, നമ്മൾ ലാഭം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നഷ്ടത്തിന്റെ ചിലപ്പോൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിനകത്ത് ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസും അതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഹരി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന മേഖല ഏതാണ്? വെൽത്ത് മാനേജ്മെന്റ് ആണ്. അപ്പോ നമ്മളിപ്പോ ഒരു നിയർലി 450 crores EOM മാനേജ് ചെയ്യുന്നുണ്ട്. അതിപ്പോ പ്യൂർലി സ്റ്റോക്സും ഡെറിവേറ്റീവ്സും ആയിട്ട്. ഇൻട്രാഡേ ഞാൻ നിയർലി ഒരു 50 crore നോർത്ത് ഞാൻ ഇൻട്രാഡേ ഓർഡേഴ്സ് പഞ്ച് ചെയ്യാറുണ്ട്. ഒരു ദിവസം 50 CR ഓർഡേഴ്സ് ഞാൻ പഞ്ച് ചെയ്യാറുണ്ട്. ഒരു മാസം 450 കോടി ചെയ്യുന്നുണ്ട്. ഒരു മാസമല്ല, മൊത്തത്തിലുള്ള EOM 450 കോടി. വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് കംസ് മോർ ദാൻ 2,500 crores. ഓ, അതായത് 10,000 രൂപ നഷ്ടപ്പെട്ട് 10,000 രൂപ ഇട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ്. അതാണ് ഈ 10,000 രൂപയിൽ എത്ര ആയത്. ഒബിയസ്ലി ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ഫണ്ട്സ് വന്നിട്ടുണ്ട്. 10,000 രൂപ വെച്ചിട്ട് 16,000 രൂപ വെച്ചിട്ട് ഇട്ടത് മൊത്തം വൈപ്പ് ഔട്ട് ആയി പോയി. പക്ഷെ അതിൽ നിന്നാണ് പഠിച്ചത്. 450 കോടി രൂപ വെച്ചിട്ട് ഏകദേശം അപ്പോൾ 2,500 കോടി രൂപ നമ്മൾ ചെയ്യുന്നുണ്ട് ലീവ് ലോങ്ങിന്റെ അണ്ടറിൽ. എത്ര എംപ്ലോയീസ് ഉണ്ടെന്നോ? ഇപ്പൊ നമുക്ക് ഡയറക്ട്ലി 130 എംപ്ലോയീസ് ഉണ്ട്. ഫ്രാഞ്ചൈസീസും കൂടെ കൂട്ടുവാണെങ്കിൽ നിയർലി ഒരു 170 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് 28ാമത്തെ വയസ്സിൽ. എന്നാ ആദ്യത്തെ എംപ്ലോയിനെ എടുക്കുന്നത്? അപ്പോ ആദ്യത്തെ എംപ്ലോയിനെ ഞാൻ എടുക്കുന്നത് 3rd year of college ആണ്. 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ എംപ്ലോയിനെ എടുത്തു. ഇപ്പോ ലീവ് ലോങ് എന്തൊക്കെ സർവീസസ് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്? ഇപ്പൊ നമ്മള് നിയർലി 11 വെർട്ടിക്കൽസ് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ വെൽത്ത് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് ക്ലയൻസിന് വേണ്ടി. അപ്പോൾ പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്നുണ്ട് ക്ലയൻസിന്. സ്റ്റോക്സിലും ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ്സിലും ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ്സ് ചെയ്യുന്ന കോൺസെപ്റ്റ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയും. പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, അഡ്വൈസറി. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സ്റ്റോക്സ് മേടിക്കണം, ഏത് പ്രൈസിൽ മേടിക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, അതിനെ നമ്മൾ അഡ്വൈസറി എന്ന് പറയും. അപ്പോൾ അഡ്വൈസറി കൺസൾട്ടിങ് ഉണ്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയുള്ള കൺസൾട്ടിങ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഈ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ ജൂലേഴ്സ് ആണ്. ഇപ്പോൾ ജൂലേഴ്സിന് അവരുടെ ഗോൾഡിൻ്റെ പ്രൊക്യൂർമെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കൺസൾട്ടിങ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ആൽഗോറിതമിക് ട്രേഡിംഗ് പ്രൊഡക്ട്സും ഉണ്ട്, പ്ലാറ്റ്ഫോമും ഉണ്ട്. അപ്പോൾ പല ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൽഗോറിതമിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മുടെ ടെക്നോളജിയാണ്.
അപ്പോൾ നമ്മളിത് ക്ലയൻസിന് ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ട് കൊടുക്കും. അവർക്ക് അവരുടെ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ ടെക് പ്ലാറ്റ്ഫോമിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ ഇതെല്ലാം കൂടാണ്ട് നമ്മൾ ഈ പറഞ്ഞതിൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ്, ലോൺസ് ചെയ്യുന്നുണ്ട്. ലോൺസ് നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ ജനറലി കാണുന്നത് ഇപ്പോൾ എനിക്കൊരു ലോൺ വേണമെങ്കിൽ ഞാനൊരു ബാങ്കിൽ പോകും, ഒരു ആപ്ലിക്കേഷൻ ഇടും, 1-2 ബാങ്കിൽ പോകും, ആരാണോ നമുക്ക് ബെറ്റർ വരുന്നത് അവിടെ നമ്മൾ എടുക്കും. ചിലപ്പോൾ ഒരിടത്തു നിന്ന് റിജക്റ്റ് ആയി അടുത്തടുത്ത് പോകും. നമ്മൾ നേരെ തിരിച്ച് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ലോൺസ് അഗ്രിഗേറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു ലോൺ വേണമെങ്കിൽ നമ്മൾ വഴി അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ ഒരു 10-20 ബാങ്കിൽ ഒരുമിച്ച് പാരലി പാസ് ചെയ്യും. എന്നിട്ട് എവിടെ നിന്നാണോ ഈ ക്ലയന്റിന് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ലോൺ എമൗണ്ട് കിട്ടുന്നത്, ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നത്, അവിടെ നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഇതിനോട് അനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, പലരുടെയും വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്കിപ്പോ 50,000 രൂപയുടെ ലോൺ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ 3 ബാങ്കിലായിട്ടാണ് ലോൺ ഉള്ളത്, അപ്പൊ എനിക്കിതെല്ലാം കൂടി ഒരു ലോണാക്കി തരാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ച മെസ്സേജസ് വരാറുണ്ട്. ഇങ്ങനെ ഒരു സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. ഓക്കെ. ബേസിക്കലി ഓൾറെഡി ഉള്ള ലോൺ ടേക്ക് ഓവർ ചെയ്ത എല്ലാം ഒരു സിംഗിൾ ബാങ്കിലോട്ട് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ലോൺസിന്റെ മെർജിങ് എന്ന് പറയും, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് നമ്മൾ കേരളത്തിൽ നന്നായി ചെയ്യുന്നുണ്ട്. കേരളത്തില് നമ്മളുടെ മാർക്കറ്റ് കൂടുതൽ ഇത് ഇപ്പൊ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നാണ് നമ്മൾ ഈ ഡൽഹിയിലെ ഓഫീസിൽ നിന്നാണ് ഈ ആക്ടിവിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ. അപ്പം ഹരി ശരിക്കും പറഞ്ഞൊരു പാൻ ഇന്ത്യയാണ്. എനിക്ക് കേരളത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ 4% അടിയിൽ മാത്രമേ എനിക്ക് ക്ലയൻസ് ഉള്ളൂ. ആണോ? ഇത്രയും 2500 കോടിയിൽ വരുന്നത് പോലും 4% അടിയിലെ കേരളത്തിൽ നിന്ന് ക്ലയൻസ് ഉള്ളൂ. ബാക്കി നമ്മുടെ ഒരു മേജർ ക്ലയന്റില് നോർത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, തമിഴ്നാട്, കേരളം വളരെ കുറവാണ് സത്യം. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 4% 40% ആവട്ടെ. ഹരിയൊക്കെ ഹരിയുടെ 18ാമത്തെ വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രേഡിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റോ ഒന്നും അത്ര ട്രെൻഡ് അല്ല. ഒരു കോവിഡിന് ശേഷമാണ് ഇതിങ്ങനെ ട്രെൻഡ് ആയിട്ട് വരുന്നത്. ഇപ്പൊ എല്ലാവരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ എമൗണ്ടുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ അദ്ദേഹം മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഹരിക്ക് ഇത്രയും എക്സ്പ്ലോഷർ കിട്ടിയേക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗുരുവാണ്. ഹരി കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ആദ്യത്തെ കേസ് നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ റിയലിസ്റ്റിക് ആക്കി വെക്കുക. അപ്പൊ അതിനകത്ത് പറയാനുള്ള സംബന്ധിച്ച് ഇപ്പോൾ ഒരാൾ ഒരു ബിസിനസ്സിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ആൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ചിലപ്പോൾ ഒരു 15% 20% ആയിരിക്കും. ചില ആൾക്കാർക്ക് അറിയാം ബിസിനസ്സിന്റെ ആദ്യത്തെ 1-2 വർഷം നമ്മൾ പൈസ ഉണ്ടാക്കാൻ തന്നെ പോകുന്നില്ല. പക്ഷെ മാർക്കറ്റിൽ ജനറലി ഒരാൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അവൻ ആദ്യത്തെ വർഷം തന്നെ പൈസ ഡബിളോ ട്രിപ്പിളോ ആക്കണം. അത് നടക്കുന്ന കാര്യമില്ല. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. പിന്നെ രണ്ടാമത് സംബന്ധിച്ച് ചെറിയ എമൗണ്ട് വെച്ച് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഫ്ലക്ച്വേഷൻസുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, ഒരു സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഒരു 500 രൂപ 1000 രൂപയ്ക്കോ SIP ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 500 രൂപയ്ക്ക് ചെറിയൊരു എമൗണ്ട് 500 രൂപ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊരു പാറ്റേൺ ആവും, അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റായി മാറും. അപ്പോൾ നിങ്ങൾ അറിയാണ്ട് തന്നെ ഒരു വർഷം നിങ്ങൾ ചെറിയൊരു എമൗണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ഓഫ് ആവും. അപ്പോൾ ഈ 500 രൂപ കൊണ്ട് നമുക്ക് ആർക്കും കോടീശ്വരൻ ആവാൻ പറ്റില്ല, വർഷങ്ങളെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ ജീവിക്കുമെന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഒരു ഹാബിറ്റ് ആദ്യം ബിൽഡ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ നമുക്കത് റെഗുലർ ആയിട്ട് പോകാനുള്ളൊരു മോട്ടിവേഷനും കൂടെയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതേമാതിരി ആദ്യം തന്നെ നമുക്ക് 6 പാക്ക് ഉണ്ടാക്കണതിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആദ്യം നമുക്ക് കുറച്ച് ബേസിക് വർക്കൗട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതെ. അപ്പോൾ അതാണ് മാർക്കറ്റിന്റെ കേസിനകത്തും സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ SIPസും ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കംഫർട്ടബിൾ ആണ് അനുസരിച്ച് പിന്നെ പതുക്കെ ഡെറിവേറ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം, ടൈം ഉണ്ടെങ്കിൽ. ഹരി ഇപ്പോൾ പറഞ്ഞു അഡ്വൈസ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പലപ്പോഴും പല വ്യക്തികൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിട്ട് പൈസ പോയി എന്ന് പറയുന്ന സ്റ്റോറീസ് ആണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അവിടെയാണ് ഹരിയെ പോലുള്ള ഒരു ഗുരു എന്നുള്ള രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹരിയുടെ അടുത്തൊരു 50 ലക്ഷം രൂപ കൊണ്ട് ഒരാൾ വരികയാണ്, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം, നഷ്ടപ്പെടുത്താതെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരി എന്ത് പറഞ്ഞു കൊടുക്കും? ഒരാള് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്താണ് നേരത്തെ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്കും മാർക്കറ്റിൽ പൈസ പോയ കഥ മാത്രമേ ഉള്ളൂ. അതിൻ്റെ റീസൺ മെയിനായിട്ട് ഫണ്ടമെന്റൽ ഇതാണ്, നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചടയുകയും എവിടെയെങ്കിലും കൊണ്ട് പൈസ പാർക്ക് ചെയ്യുന്നത്. പക്ഷെ പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് മാർക്കറ്റിൽ നിന്ന് ഈ വ്യക്തിക്ക് സ്വയം ഒരു പൈസയും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല.
അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ആരെവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് ചെയ്യാനും പോവുകയാണെങ്കിലും ആദ്യം നമ്മൾ എവിടെയാണോ പൈസ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൈസ ഏൽപ്പിക്കില്ല, നമ്മുടെ ഡിമാറ്റിൽ തന്നെയാണ് ഇടുന്നത്, പക്ഷേ എന്ത് സർവീസാണോ നമ്മൾ അവൈൽ ചെയ്യാൻ പോകുന്നത് ആ പറഞ്ഞ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് മനസ്സിലാക്കുക. അത് ഈ പറഞ്ഞതിൽ അവർ പറയുന്ന കഥയോ പ്രസൻറ്റേഷനോ അല്ല, അവരുടെ ഈ പറഞ്ഞ വെരിഫൈഡ് P&L, ട്രാക്ക് റെക്കോർഡ്, പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നേരിട്ട് നിങ്ങൾ കണ്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ അത് ഉറപ്പാക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളും പേഴ്സണലി അത് തന്നെ കാണിക്കുന്നത്. നമ്മുടെ പോസിറ്റീവ് എന്താണ്, നമ്മൾ എന്താണ് ഒരു ലാസ്റ്റ് 3 വർഷം അല്ലെങ്കിൽ 5 വർഷം മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്രത്തോളം ലോസും എടുത്തിട്ടുണ്ട്, എത്രത്തോളം അപ്സൈഡും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. നമ്മളെ വിലയിരുത്താനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. കറക്റ്റ്. അപ്പോൾ ആ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് വെരിഫൈ ചെയ്യാം, അതിനുശേഷം മാത്രം മുമ്പോട്ട് പോവാം. ഒരിക്കലും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ വരുന്ന പ്രോമിസിനകത്ത് ഒരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും നമ്പേഴ്സിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഡാറ്റേനെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പം ഹരി പറഞ്ഞു, ഹരി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 18ാമത്തെ വയസ്സ് മുതൽ സംരംഭകനായത്. ഹരി പണത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്തായിരിക്കും? ഫ്രീഡവും ഫ്ലെക്സിബിലിറ്റി. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ വീട്ടിൽ വരണമെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് എന്താണോ ചെയ്യേണ്ടത് അതെനിക്ക് ചെയ്യാം. എനിക്ക് എന്ത് ചെയ്യേണ്ട അത് അറ്റ്ലീസ്റ്റ് എനിക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഫ്ലെക്സിബിലിറ്റിയാണ് സത്യം പറഞ്ഞാൽ പൈസ കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ഒരിക്കലും പൈസ കാരണം അതൊരു ഹിൻഡ്രൻസായി മാറരുത്, അത് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം മാറരുത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. എത്തിക്കലായിട്ട് പൈസ ഉണ്ടാക്കാൻ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നമുക്ക് സന്തോഷമായിരിക്കണം, അതുകൊണ്ട് നമുക്ക് വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, നമുക്ക് പീസ്ഫുള്ളായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണം. അതൊക്കെയാണ് മെയിൻ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ ആദ്യത്തെ വെഞ്ചർ ഹെൽത്ത് കെയറിലായിരുന്നു. അപ്പോൾ ഫാർമസി റണ്ണിങ് ആയിരുന്നു, LL-Med ഫാർമസി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് തോന്നി എൻ്റെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം പേഷ്യൻസ് ആണ്. അപ്പോൾ എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് ആൾക്കാരുടെ ഇൽനെസ്സിൽ നിന്നാണ്. അപ്പോൾ അതെനിക്ക് ഒട്ടും എത്തിക്കലായിട്ട് എനിക്ക് തോന്നിയില്ല. അതെ, ഒരാളുടെ പെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളുടെ ഡിസീസിൽ നിന്നാണ് അവർ മരുന്ന് മേടിക്കുമ്പോഴാണ് എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് പിന്നെ ഞാൻ അതങ്ങ് സ്കെയിൽ ചെയ്യാനും പെർസ്യൂ ചെയ്യാനും നോക്കാതിരുന്നത്. അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഈ നെറ്റ്മെറ്റ്സ്, 1mg അങ്ങനെയുള്ള കമ്പനീസൊക്കെ മാർക്കറ്റിൽ വരുന്നത്. അന്നും മാർക്കറ്റ് ഭയങ്കര വലുതായിരുന്നു, ഓപ്പൺ ആയിരുന്നു, നമ്മൾ അത്യാവശ്യം റവന്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് വന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഒരു 3000 രൂപയുടെ ഇഞ്ചക്ഷനിൽ എനിക്ക് കിട്ടുന്ന മാർജിൻ നേരെ 40%. അപ്പോൾ അത് കിട്ടുന്നത് കൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷനോ കാര്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് പേഴ്സ്യൂ ചെയ്തത്. ഇപ്പോഴും നമ്മളത് റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഫോർ ചാരിറ്റി നോട്ട് ഫോർ പ്രോഫിറ്റാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് ടൈഅപ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പല ഫാർമസിയിൽ നിന്നും, അപ്പോൾ ഇപ്പോഴും കൊച്ചിയിലാണെങ്കിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ടൈഅപ്പ് ഉള്ള കുറേ ഫാർമസി ഷോപ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ മെഡിസിൻസ് ചിലപ്പോൾ 30%, 20% ഡിസ്കൗണ്ട് കിട്ടുന്ന ഷോപ്സ് ഇപ്പോഴും ഉണ്ട്. പല ആൾക്കാരും ഇപ്പോഴും ആ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോഴും ഒരു സന്തോഷവും മോട്ടിവേഷനാണ്. കാരണം നമ്മൾ കാരണം കുറെ ആൾക്കാർക്ക് ഡിസ്കൗണ്ടിൽ മെഡിസിൻസ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഓക്കെ. താങ്കൾക്ക് ഒരു 18 വയസ്സിലാണ് സംരംഭം തുടങ്ങുന്നത്, 18 വയസ്സിലാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം 10 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുകയാണ്, ഇപ്പോഴും ഒരു 30s കടന്നിട്ട് കൂടിയില്ല. അപ്പോൾ പക്ഷേ ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് മുഴുവൻ 50 വയസ്സും 60 വയസ്സുമുള്ള അല്ലെങ്കിൽ വളരെ ഈ സെഗ്മെന്റിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളുടെ അടുത്താണ് ഹരി മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു വ്യക്തി എന്തുകൊണ്ട് ഹരിനെ അപ്രോച്ച് ചെയ്യണം? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ പൈസയും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോർട്ട്ഫോളിയോ, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ മാം ഒരു 50 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മാമിനെ കാണിക്കുന്നത് എൻ്റെ അമ്മയുടെ 50 ലക്ഷത്തിൻ്റെ പോർട്ട്ഫോളിയോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എൻ്റെ അമ്മയുടെ 50 ലക്ഷത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണ് ഞാൻ മാമിനെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് മാം കണ്ടിട്ട് മാം കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പെർഫോമൻസ്. ഇപ്പോൾ നമുക്ക് ബേസിക്കലി പല പ്രൊഡക്ട്സ് ഇല്ല, നമുക്ക് എല്ലാ ഡൊമൈനിലും ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സെയിം പെർഫോമൻസ്. അത് നിങ്ങൾക്ക് പേഴ്സണലി വെരിഫൈ ചെയ്യാം. ഇത്ര വർഷങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് നോക്കാം, P&L സ്റ്റേറ്റ്മെന്റ്സ് നോക്കി ഹാപ്പി ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. എനിക്ക് അതുപോലെ സക്സസ് സ്റ്റോറി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് സത്യം പറഞ്ഞാൽ കുറേ റിട്ടയർഡ് ക്ലയൻസ് ഉണ്ട്, അവരുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന കുറേ റിട്ടയർഡ് ക്ലയൻസ് നമുക്കുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മൈസൂർ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു 22 years ആയിരുന്ന സമയത്ത്
പോർട്ട്ഫോളിയോ നമ്മുടെ ആൽഗോറിതമിൽ ഡിപ്ലോയ് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ഒരു ക്ലയൻ്റ് ഉണ്ട്, ഭവ്യ എന്ന് പറഞ്ഞു, പുള്ളിക്കാരി മൈസൂർ എന്നാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരാള് പോർട്ട്ഫോളിയോ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് റിട്ടയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു കോൺഫിഡൻസും അച്ചീവ്മെൻറ്റും എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ അവരൊക്കെ വർക്കിംഗ് എംപ്ലോയീസ് ആണ്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ ഒക്കെ പോർട്ട്ഫോളിയോ ഞാനിപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞത് നല്ല പെർഫോമൻസ് ഉണ്ട്, അവരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അതെ. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ പ്രൊഡക്ട്സ് എടുത്തു തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു 1.5-2 വർഷമായിട്ട് എൻ്റെ പോർട്ട്ഫോളിയോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ ഈ ചെറുക്കൻ എന്തൊക്കെയോ ചെയ്യാന്നുള്ള ധാരണ. കാരണം ആ ഒരു പോയിന്റ് എത്തുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ലാസ്റ്റ് ബഞ്ച് ഓഫ് ക്ലയന്റിൽ ചിലപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ഫാമിലി ലാസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലേറ്റ്ലി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാൽ ഒരു 2 years ആയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ്സ് ആണ്. കാരണം അവരും അവരുടെ പോർട്ട്ഫോളിയോ ഞാനിപ്പോൾ മാനേജ് ചെയ്യും. വളരെ യങ് ഏജില് ഇത്രയും എമൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയ വ്യക്തിയാണ്. ഇപ്പൊ ഹരിക്ക് എന്ത് ഫീൽ ചെയ്യും തിരിഞ്ഞു നോക്കുമ്പോൾ? ഇപ്പോഴും എൻ്റെ ഒരു ലോങ് ടേം ഗോൾ ബേസിക്കലി എപ്പോഴും ബാങ്കിങ് ആണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും എൻ്റെ ഒരു കാരണം അതായിരുന്നു എൻ്റെ ഒരു എൻഡ് ഗോൾ. ഇത് ചെയ്യണമെന്നാണ്, ബാങ്കിങ് ചെയ്യണമെന്നാണ്, ബാങ്കിങ്ങിലോട്ട് വരണമെന്നാണ്. പക്ഷെ ഒബിയസ്ലി സ്ട്രെയിറ്റ് അവേ ബാങ്കിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം, അതിനു വേണ്ടിയുള്ള ലൈൻ ഓഫ് പ്രൊഡക്ട്സ് വേണം, ക്ലയൻസ് വേണം, ക്ലയൻറ്റേൽ വേണം. അപ്പോൾ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ എൻഡ് ഗോളിലോട്ട് എത്താൻ വേണ്ടിയുള്ള ഒരു ട്രാജക്ടറി മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് എന്തായി തീരുന്നു ഒന്നുമില്ല, ഒരു കോൺഫിഡൻസ് നമുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും നമ്മൾ ചെയ്തത് കൊണ്ട് അപ്പോൾ ഒബിയസ്ലി ഇറ്റ് മേക്സ് യു മോർ കോൺഫിഡൻറ്റ് ഇൻ വാട്ട് യു ആർ ഗോയിങ് ടു ഡു. പിന്നെ നമ്മൾ ഫേസ് ചെയ്ത ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളെല്ലാം സ്മോളർ സ്കെയിലിലാണ്. അപ്പോൾ അത് ആ പറഞ്ഞ ചലഞ്ചസിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ നിന്നുള്ള ലേണിംഗ് എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഓൺടർപ്രണർ ഏറ്റവും ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ടീമിനെ അതേപോലെ ബിൽഡ് ചെയ്യാം, അതേമാതിരി മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. ഓരോ ഇൻഡിവിജ്വലിനെയും ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരെ ഞാൻ ഒരു ഓൺടർപ്രണർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരിവിടെ ഒരു എംപ്ലോയി ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അവരിവിടെ ഒരു ലീഡർ ആയിട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കുള്ളൊരു ബിഗസ്റ്റ് അച്ചീവ്മെന്റ് ലൈക്ക് ഇൻ മൈ ടീം ഐ ഹാവ് ബീൻ ഏബിൾ ടു മോൾഡ് മെനി ലീഡേഴ്സ്. അപ്പോൾ വിത്ത് ദാറ്റ് ഐ ആം ആക്ച്വലി കോൺഫിഡൻറ്റ് ദാറ്റ് വി ക്യാൻ അച്ചീവ് അവർ എൻഡ് ഗോൾ. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രൗഡ് മൊമെന്റ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഒരു 18 വയസ്സ് മുതലൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒരു ജേർണിയും അവരുടെ ഒരു ഗ്രോത്തും കാണുമ്പോൾ ഞാനും തീർച്ചയായിട്ടും ഭയങ്കര പ്രൗഡാണ്. കാരണം ഒരു പക്ഷേ ഒരു ജനറലായിട്ട് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു 10-20 വർഷം കൊണ്ട് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റാത്ത സ്കിൽസും കാര്യങ്ങളെല്ലാം അവർ എൻ്റെ അടുത്ത് ഒരു 4-5 വർഷം കൊണ്ട് ഒരു പക്ഷേ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഹരി ഇപ്പം ഒരുപാട് കോടികളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ചസ് ആയിട്ട് എന്താണ് തോന്നിയിരിക്കുന്നത്? ഇതിനകത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിനകത്ത് 99% സ്കാമുകളാണ്, 1% മാത്രമേ ജെന്യൂൻ ആയിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും മാർക്കറ്റിനകത്ത് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി ഞാൻ ഫേസ് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ പേരിൽ തന്നെ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, എസ്പെഷ്യലി ടെലിഗ്രാമിലാണ്. അപ്പോൾ എൻ്റെ പിക്ചറും എൻ്റെ ലൈസൻസ് നമ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. എന്നിട്ട് അതിനകത്ത് അവർ പറയും നിങ്ങൾ 1000 ഡെപ്പോസിറ്റ് 1 മണിക്കൂർ കൊണ്ട് 2000 തരാമെന്ന്. അങ്ങനെ ആൾക്കാരത് ഇടും, 2000 രൂപ കിട്ടുകയും ചെയ്യും. അത് കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾ ഒരു 50,000 ഇടും 1 ലക്ഷം തരാം, അല്ലെങ്കിൽ 10,000 ഇടും 20,000 തരാം. 2000 കിട്ടിയതുകൊണ്ട് അവർ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അവർ കൂടുതൽ പൈസ ഇടും. പിന്നെ അവർ ഈ പറഞ്ഞതിൽ ബ്ലോക്ക് ചെയ്ത് പോകും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോകുമ്പോൾ പിന്നെ എന്ത് പറ്റും? പിന്നെ ഈ ആൾക്കാർ നമ്മളെ തപ്പി വരും, നമ്മുടെ പേരിൽ ഈ പറഞ്ഞ കംപ്ലൈന്റും കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളല്ല, നമ്മളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ലീഗൽ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പരിപാടിക്ക് വേണ്ടി മാത്രം. ഇങ്ങനെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതിനകത്ത് ലക്ഷങ്ങളുടെയും കോടികളുടെ തട്ടിപ്പാണ് ഈ ഒരു ഡൊമൈനിൽ പല ആൾക്കാരുടെ പേരിൽ നടക്കുന്നത്. ഇതിപ്പോ ഞാൻ മാത്രം ഫേസ് ചെയ്യുന്നില്ല, ഈ ഫിനാൻസ് ഇൻഡസ്ട്രിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഫഷണലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഒരു എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ചെന്ന് വീഴുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടും വളരെ നമുക്ക് പോലീസ് ഓഫീസേഴ്സ് വരെ ഈ സ്കാമിൽ വന്ന് വീണിട്ടുണ്ട്. ഇത്രയും വിജിലന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് വരെ, കാരണം അവർ ആ രീതിയിൽ അവർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്.
അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, എനിത്തിങ് ദാറ്റ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ ഇസ് നോട്ട് ട്രൂ. അപ്പം എന്തെങ്കിലും വളരെ സ്വപ്ന ലാഭവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബേസിക്കലി ആരെങ്കിലും നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും അത് സ്കാം ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഒരിക്കലും നിങ്ങളുടെ പൈസ വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കരുത്. അതും പല ആൾക്കാരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ പറയും, നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, അതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് സ്കാമാണ്. കാരണം ബൈ ഡിഫോൾട്ട് നമ്മുടെ പൈസ വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ട്രേഡിങ്ങിന് വേണ്ടി ഇല്ലീഗലാണ്. ഓക്കെ. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫണ്ട്സോ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡൻഷ്യൽസോ ഒന്നും ആർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞാൽ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ അവയർനെസ് ഇല്ലായ്മ കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ ചെന്ന് ചാടുന്നത്. പിന്നെ വേറെ നാട്ടിൽ നടക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള സ്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ്. അതിനകത്ത് ഈ പറഞ്ഞതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും ഫേക്ക് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനിയും സെബി രജിസ്റ്റേർഡ് ആണെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ബ്രോക്കിംഗ് ആപ്പ് ആണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെ കുറേ ഡമ്മി ആപ്സ് ഉണ്ട്, പ്ലേ സ്റ്റോറിലും അതുണ്ട്. അതിനകത്ത് കയറി നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കും. പക്ഷെ അതൊരിക്കലും ശരിക്കുള്ള പ്രോഫിറ്റ് ആയിരിക്കില്ല, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, പൈസ ആയിട്ട് കിട്ടില്ല, ഡിജിറ്റലായിട്ട് നമുക്ക് കാണാം. അപ്പൊ അത് കണ്ട ആൾക്കാർ വിശ്വസിച്ച് കൂടുതൽ പൈസ ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് അറിയുന്ന നോക്കി ഇതൊരു ഡമ്മി ആപ്പ് ആയിരുന്നു, ഒരു ഫേക്ക് ആപ്പ് ആയിരുന്നു, ഇട്ട പൈസ മൊത്തം പോയത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വെച്ചാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ആൾക്കാർക്ക് ഇതിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നാട്ടിൽ തന്നെ എന്തോരം ഈ MLM സ്കാംസും മണി ചെയിൻ സ്കാംസും വരുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ MLM അല്ലെങ്കിൽ ഈ മണി ചെയിൻ സ്കാം വന്നുകൊണ്ട് എല്ലാവരും മനസ്സിലായി, എല്ലാവരും നിർത്തുന്നു. അടുത്ത മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ വേറൊരു പേരിൽ വേറൊരു സ്കാം വന്ന ആൾക്കാർ വീണ്ടും അതിനകത്ത് പോയി പൈസ കളയും. ആ ചെയിൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ റീസൺ എത്രയുള്ള ആൾക്കാർ എപ്പോഴും ഭയങ്കര ഗ്രീഡിയാണ്. പിന്നെ ഇമോഷനാണ് ഇവിടെ വിൽക്കുന്നത്. പിന്നെ വേറൊരു ആസ്പെക്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നത് കൂടുതലും ഫസ്റ്റ് ടൈം ആയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. കാരണം പൈസ ഉള്ള ഒരുത്തന് അല്ലെങ്കിൽ പൈസ ഓൾറെഡി ഉണ്ടാക്കിയ ഒരുത്തന് എന്താണ് റിയലിസ്റ്റിക് എന്താണ് അൺറിയലിസ്റ്റിക് എന്നറിയാം. പക്ഷെ ഇതുവരെയും പൈസ ഉണ്ടാക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവന്റെ ഒരു ഗോൾ എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ പൈസ ഉണ്ടാക്കുക. അപ്പൊ അവനാണ് ജനറലി ഇങ്ങനെയുള്ള ഞാൻ 18ാമത്തെ വയസ്സിൽ ചെയ്തോണ്ടിരുന്ന പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഇപ്പൊ ആൾക്കാരെന്നല്ല ഞാൻ ജനറലി പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ഞാനും ഗ്രീഡിന്റെ പുറകെ ഓടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബേസിക് ഹ്യൂമൻ നേച്ചറാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എപ്പോഴും റിയലിസ്റ്റ് ആക്കി വെക്കുക. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, എനിത്തിങ് ദാറ്റ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ ഇസ് നോട്ട് ട്രൂ. അതെ, ആരും സ്കാമിൽ ചെന്ന് പെടാതിരിക്കുക. പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും പൈസ കളയാതിരിക്കുക. വളരെയധികം സന്തോഷം ഹരി. ഇനി ഹരി കാണുന്ന ബാങ്ക് സ്വന്തമായൊരു ബാങ്ക് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മലയാളികൾക്ക് അത് വലിയൊരു ചരിത്ര നിമിഷമായിരിക്കും, അഭിമാന നിമിഷമായിരിക്കും. ഇപ്പോഴുള്ള 170 എംപ്ലോയീസിന്റെ ആ ഒരു ഗ്രൂപ്പ് അത് വലിയൊരു 1000-ലധികം ഗ്രൂപ്പുകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഹരിയുടെ കൂടെ എല്ലാവരും ഉള്ള പോലെ തന്നെ ഞങ്ങളും ഉണ്ടാകും. തീർച്ചയായും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.